നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബ്രെഡും ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ട് നല്ലൊരു സ്നാക്കാട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിയാം കേട്ടോ. ഉരുളക്കിഴങ്ങ് നമുക്ക് അത്യാവശ്യം കത്തി കൊണ്ടാണ് കേട്ടോ അരിഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു കനത്തിലൊക്കെയാണ് അരിഞ്ഞേക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമുക്ക് അരിഞ്ഞിട്ട് നമുക്കിതൊന്ന് വേവിക്കണം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ നീട്ടത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിയാം. കുറച്ച് സൈസ് കൂടുതലായിട്ട് ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് പകുതി വേവാവണ വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടി കുറച്ച് മസാല നമുക്ക് പറ്റണം കേട്ടോ. അതിന് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ലേശം, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചെടുക്കാം കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു മണം നമുക്കതിൻ്റെ ഒരു കിട്ടും കേട്ടോ. ചാറ്റ് മസാല 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ടേ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഇതിൽ പുരട്ടിയിട്ട് നമുക്കിതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കാം കേട്ടോ. ഒരു പകുതി വേവാവണ വരെ ഇത് നമുക്ക് പുരട്ടാം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പുരട്ടി വെക്കൊന്നും വേണ്ട. ഇപ്പോൾ തന്നെ നമുക്കൊന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് പകുതി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു പാൻ വെച്ചിട്ടേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് മാത്രം മതി കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. നൈസായിട്ട് അരിഞ്ഞത് കൊണ്ട് നമുക്കിത് വേഗം ഒന്ന് പകുതി വേവായാൽ മതി. പകുതി വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണയിലാവുമ്പോൾ ഒരു ചെറിയൊരു ക്രിസ്പി പോലെയാവും. അപ്പോൾ രസമാണ് കഴിക്കാൻ. അങ്ങനെ പരത്തി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് പകുതി വേവാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെടുത്ത് മാറ്റാം കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇതൊന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല, കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഒന്നും കൂടെ ക്രിസ്പി ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് സോസിലൊക്കെ മുക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഒരു 4-5 കഷ്ണം കൂടി ഉണ്ട് കേട്ടോ. അതും കൂടെ നമുക്കൊന്ന് ഇതിൽ ഈ ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ ഒന്ന് ഇടാം കേട്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ വെളിച്ചെണ്ണയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം ചെയ്യാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേണ്ട കേട്ടോ. അത് വേഗം ചെറുതായിട്ട് അരിഞ്ഞ കാരണം വേഗം വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് മുട്ട എടുക്കാം കേട്ടോ. ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഓംലേറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതിൽ പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മുട്ടയിലേക്ക് ആവശ്യത്തിന്, മുട്ടയുടെ ആവശ്യത്തിന് കേട്ടോ ഉപ്പ്. നമുക്കിതൊക്കെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ 5 മുട്ട നമുക്കിതിൽ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. 5 മുട്ടയും നമ്മൾ ഇതിൽ പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ടേ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്ക്ക് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ ബ്രെഡൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഒരു ടേസ്റ്റ്, നെയ്ക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതൊന്ന് ഉരുകി കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ആദ്യം തന്നെ ഈ ബ്രെഡൊന്ന് മുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. നിരത്തി വെച്ച് കൊടുക്കാം. പാനിലായിരിക്കും കേട്ടോ നല്ലത്. കാരണം അടി പിടിക്കാതെയൊക്കെ നമുക്ക് കിട്ടണം ഇങ്ങോട്ടേ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ അവിടെ ഒട്ടി പിടിച്ചിരിക്കും. അവിടെ നമുക്ക് ഈ മുട്ടയുടെ കൂട്ടൊന്ന് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അവിടെയൊക്കെ ഈ ഗ്യാപ്പുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക.
ആ ജോയിൻറ്റുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഉരുളക്കിഴങ്ങിൻ്റെ നമുക്കിതൊന്ന് ഇവിടെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതെല്ലാവരുടെയും ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മുട്ടര ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി വേണമെങ്കിൽ ഒരു ലെയറും കൂടെ ബ്രെഡ് വെക്കാം. പക്ഷേ ഞാൻ അധികം കട്ടിയാക്കുന്നില്ല കേട്ടോ. അത് വേവാനായിട്ട് അപ്പോൾ ഒന്ന് മറിച്ചിടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മുട്ട കൂടുതൽ എടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പം ഞാൻ ഈ ഒറ്റ ലെയറേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ അടിയൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് മറിച്ചിടാൻ നോക്കാം കേട്ടോ. പക്ഷേ മുകളിൽ ആവാനുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിടണം കേട്ടോ. അപ്പോൾ മറിച്ചിടാം കേട്ടോ. ഇത് അടിയിലത്തെ ഒന്ന് എല്ലാം ഒന്ന് വിടിയിക്കുക എല്ലാ ഭാഗം കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ചെരിക്കാം കേട്ടോ. ഇങ്ങനൊരു പാത്രം നമുക്ക് വെച്ചിട്ടേ ഇതൊന്ന് മറിച്ച് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ടിട്ട് നമ്മൾ ഒന്നും കൂടെ മൂടി വയ്ക്കാം കേട്ടോ. മറിച്ചിട്ടിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എടുക്കാം കേട്ടോ. അത് നമ്മുടെ സ്നാക്ക് തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തൊക്കെ നോക്കിക്കോളൂ കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു പണി മാത്രമേ ഇതിലുള്ളൂ. ബാക്കി നമ്മളൊരു മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കണ ഒരു പണി തന്നെ ഇതിനുള്ളൂ കേട്ടോ. കുട്ടികൾക്കൊരു ചേഞ്ച് എപ്പോഴും അവരാഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്നൊരു ചേഞ്ച് ആയിട്ടൊന്ന് തയ്യാറാക്കി കൊടുക്കുക. അതും ഇതിൽ ഉരുളക്കിഴങ്ങും മുട്ടയും ബ്രെഡൊക്കെ വരുമ്പോൾ തന്നെ അത്രയും ഹെൽത്തി ആണല്ലോ. എന്നും പുറത്ത് വാങ്ങുന്നത് മാത്രം നമ്മൾ ചെയ്ത് കൊടുക്കാതെ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഓരോ പീസുമേ നമുക്ക് സോസ് വേണ്ടവർക്ക് സോസ് ഒഴിച്ച് കഴിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു പീസിൽ സോസ് ഒഴിച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.